സ്റ്റെമ്പർ ബോൾ മുതൽ PRO വാഴൂർ ജോസ് വരെ 90s കിഡ്സിൻ്റെ മധുരമുള്ള ഓർമ്മകളാണ്. ഓലപ്പീപ്പിയും ഹവായ് ചെരുപ്പ് മുറിച്ചുണ്ടാക്കുന്ന വണ്ടികളും ചരടിൽ കറങ്ങുന്ന മിഠായി തുടങ്ങിയവയായിരുന്നു അന്നത്തെ പ്രധാന കളിപ്പാട്ടങ്ങൾ. അന്ന് തിരി കത്തിച്ചാൽ ഓടുന്ന ഒരു ബോട്ട് ഉണ്ടായിരുന്നു. അത് അന്നത്തെ ഒരു അത്ഭുതമായിരുന്നു. പിന്നീട് ചെറിയ വീഡിയോ ഗെയിംസ്, ചിപ്പ് കുത്തി കളിക്കുന്ന മാരിയോ, കോൺട്ര, റോഡ് റഷ്, GTA, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ഇവർക്ക്. ഓർമ്മകൾ എല്ലാ ജനറേഷനും ഉണ്ടാവും. പക്ഷേ ടെക്നിക്കലായും കൾച്ചറലായും ഉള്ള മാറ്റം മറ്റുള്ള ജനറേഷൻ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ അനുഭവിച്ചത് ഈ വിഭാഗക്കാരാണ്. അതും അവരുടെ ഏറ്റവും നല്ല പ്രായത്തിൽ. അതായത് മൊബൈൽ ഫോണുകൾ, ഇൻ്റർനെറ്റുകൾ ഒക്കെ ആരംഭിച്ച് പോപ്പുലറായി തുടങ്ങിയ സമയം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഭാഗക്കാർക്ക് ബാബുരാജിനെയും BTSനെയും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നത്. 90s കിഡ്സിന് മില്ലേനിയൽസ് എന്നും വിശേഷണമുണ്ട്. 90s കിഡ്സ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ സമയത്തെ എല്ലാ പാട്ടും കിടലനായിരുന്നു. കുടജാദ്രിയിൽ കുട ചൂടുമീ, മേലെ മാനത്ത് താരകൾ മിന്നുന്നു, പലവട്ടം കാത്തിരുന്നു ഞാൻ തുടങ്ങി ഹിറ്റ് പാട്ടുകൾ. പക്ഷെ എൻ്റെ ഫേവറേറ്റ് പുത്തരിഞ്ഞ് താഴ്വരയിൽ പൂവും ചൂടി കാത്തിരിക്കുന്ന ആ സോങ് ആയിരുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലം അടിപൊളിയാക്കി തന്ന ഒരു ചാനലായിരുന്നു ദൂരദർശൻ. കേബിൾ TV ഒക്കെ വരുന്നതിന് മുൻപ് നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ചാനൽ. നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു TV ഉണ്ടാവും. സീരിയൽ കാണാനും ക്രിക്കറ്റ് കാണാനും ഫുട്ബോൾ കാണാനും ഒക്കെ എല്ലാവരും കൃത്യസമയത്തിന് ആ വീട്ടിലേക്ക് ഓടും. കസാര ഒന്നും തരൂല, നിരത്ത് അങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുക. അങ്ങനെ കണ്ടു തീർത്ത ഒന്നാണ് ചിത്രഗീതം. അത് മധുരമുള്ളൊരു ഓർമ്മയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഒരു പ്രാവശ്യം മാത്രം ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാം. അന്നിറങ്ങുന്ന മലയാളം സിനിമാ പാട്ടുകൾ കാണാനുള്ള ഏക വഴി. അന്ന് ആ പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ അന്നത്തെ പ്രമുഖ നടികളായ ശാന്തി കൃഷ്ണ, അമ്പിളി ദേവി തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. ചിത്രഗീതം കാണാനായി ഓടിക്കൂടുന്ന ആളുകൾ ഇപ്പോഴും 90s കിഡ്സിൻ്റെ ചില നല്ല ഓർമ്മകളാണ്. അന്ന് പേടിപ്പെടുത്തുന്ന ഒരു സീരിയലായിരുന്നു സംഭവങ്ങൾ. ഒരു നോർത്ത് ഇന്ത്യൻ സീരിയലായിരുന്നു അത്. മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്ത് ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന പ്രേതകഥകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടിയിരുന്നൊരു കാലം. അതിൽ പറയുന്ന കഥകൾ മൊത്തം സത്യമാണ് എന്ന് വിശ്വസിച്ചിരുന്നു. പിന്നീട് ഏഷ്യാനെറ്റ് വന്നപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു പ്രേത സീരിയലായിരുന്നു കടമറ്റത്ത് കത്തനാർ. അതിൻ്റെ ഇൻട്രോ സോങ് ഒരു ഹരം തന്നെയായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന സിനിമകൾ, അതിൽ സ്ഥിരമായി വരുന്ന ചില പേരുകളും നമ്മൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. PRO വാഴൂർ ജോസ്, പരസ്യകല ഗായത്രി, എഫക്ട്സ് മുരുകേഷ്, സ്റ്റുഡിയോ ചിത്രാഞ്ജലി. പിന്നീട് മലയാളം ചാനലിൻ്റെ ഒരു വിപ്ലവമായിരുന്നു കിരൺ TV. അതിൽ സൺഡേ രാത്രി 9 മണിക്ക് ഇംഗ്ലീഷ് സിനിമകൾ മലയാളത്തിൽ ഡബ്ബ് ചെയ്തു വരുമായിരുന്നു. അങ്ങനെ കണ്ടു തീർത്ത എത്ര സിനിമകളുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു പടമാണ് സ്പൈഡർമാൻ. അവഞ്ചേഴ്സൊക്കെ വരും മുമ്പ് സ്പൈഡർമാൻ ഒരു തരംഗം തന്നെയായിരുന്നു. അന്ന് സ്പൈഡർമാനായി അഭിനയിച്ച ടോബി മഗ്വയർ, പുള്ളി 90സിൻ്റെ ഒരു ഹരം തന്നെയാണ്. അതുകൊണ്ടാണ് മാർവൽ സീരീസിൽ അവസാനം പുറത്തിറങ്ങിയ സ്പൈഡർമാൻ സിനിമയായ നോ വേ ഹോമിൽ ടോബി മഗ്വയറിൻ്റെ എൻട്രി വമ്പൻ കൈയ്യടി നേടിയത്. ഇനി ആരൊക്കെ സ്പൈഡർമാനായി വന്നാലും ഞങ്ങളുടെ ആള് ടോബി മഗ്വയർ തന്നെയാണ്. സിനിമകൾക്കിടയിൽ വരുന്ന ചില പരസ്യങ്ങളും ഹരായിരുന്നു. വാഷിംഗ് പൗഡർ നിർമ്മ. ആ പാട്ട് കേൾക്കാത്ത, ആ പാട്ട് അറിയാത്ത ആരാണുള്ളത്? പിന്നെ വനമാലയെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. അതൊരു കൾട്ട് തന്നെയായിരുന്നു. ഭീമ ജ്വല്ലറിയുടെ ഒരു പരസ്യമുണ്ട്. അതിൽ വരുന്ന അവളുടെ മനമാകെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് അതാരും മറക്കില്ല. ഈ പരസ്യം തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലും തരാറുണ്ട്. അതുപോലെ ഇന്ന് വരെ കോൺസെപ്റ്റിൽ ഒരു മാറ്റവും ഇല്ലാതെ ഓടുന്ന സന്തൂർ സോപ്പ്.
പിന്നെ ലെക്സ്, ജയലക്ഷ്മി, പോപ്പിക്കുട, സൺലൈറ്റിൻ്റെ കാക്കിരി നാട്, ക്രിക്കറ്റ് കളി കാണുമ്പോൾ വരുന്ന ഹൂഡി ബാബ ബൈക്കിൻ്റെ പരസ്യം തുടങ്ങി നിരവധി പരസ്യങ്ങൾ. ക്രിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരാൾ ഓർമ്മ വന്നത്, ബില്ലി ബൗഡൻ. ചിലപ്പോൾ നമുക്ക് പേര് കേട്ട ഓർമ്മ കാണില്ല, പക്ഷെ ഒരു ആക്ഷൻ കാണിച്ചു തരാം പുള്ളിയെ ഓർക്കാൻ. ഈ ആക്ഷൻ അറിയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അതെ, ബില്ലി ബൗഡൻ. ഈ ആക്ഷൻ കണ്ടം ക്രിക്കറ്റിലെ പല അമ്പയർമാരും കോപ്പി അടിച്ചിട്ടുമുണ്ട്. സംഗീതം കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യന്റെ കാലഘട്ടം കൂടിയായിരുന്നു അത്. ദി കിങ് ഓഫ് പോപ്പ് എന്ന് വിളിക്കുന്ന മൈക്കിൾ ജാക്സൺ. നമ്മുടെ നാട്ടുമ്പുറത്തെ കല്യാണ വീട്ടിലും റെസിഡൻസിന്റെ പ്രോഗ്രാമിനും ക്ലബ്ബ് പരിപാടിക്കും ജാക്സന്റെ പാട്ട് നിർബന്ധമാണ്. അതുപോലെ വേഷം കെട്ടി ഡാൻസ് കളിച്ചവർ എത്ര പേരുണ്ട്. യൂട്യൂബ് ഇല്ലാത്ത കാലത്താണ് ജാക്സൺ ഏതൊരു കുഗ്രാമത്തിൽ പോലും തരംഗമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇപ്പോഴും കിങ് ഓഫ് പോപ്പായി നിലനിൽക്കുന്നത്. ഇങ്ങനെ നിരവധി ഓർമ്മകളുണ്ട് 90s കിഡ്സിന്. വീട്ടിൽ ചടഞ്ഞുകൂടി ഫോൺ നോക്കിയിരിക്കാത്തൊരു കുട്ടിക്കാലം, FBയിലൂടെ അല്ലാതെ നേരിട്ട് കൂട്ടുകാരെ ഉണ്ടാക്കിയ ജനറേഷൻ, നോക്കിയ ഫോണിൻ്റെ വളർച്ചയും തളർച്ചയും നേരിട്ട് കണ്ട ജനറേഷൻ. എല്ലാ ജനറേഷനും അവരുടേതായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവും, പക്ഷേ 90s കിഡ്സ് യൂണീക്കാണ്.